തൃശൂർ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടയിൽ തുടർച്ചയായ 18ാം വർഷവും തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ അത്തപ്പൂക്കളം ഒരുങ്ങി. 60 അടി വ്യാസത്തിൽ 1500 കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് പടുകൂറ്റൻ പൂക്കളം ഒരുക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സൗഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളിലായിരുന്നു. അത്തംദിനത്തിൽ പുലർച്ചെ 3 മണി മുതൽ പൂക്കളം ഒരുക്കുന്നതിന്റെ ജോലികൾ ആരംഭിച്ചു. കൂട്ടായ്മയിലെ 150ഓളം പ്രവർത്തകർ ചേർന്ന് 6 മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനൊടുവിൽ പിറന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയമാണ്. കോവിഡ് പ്രളയകാലത്ത് 2 തവണ മാത്രമാണ് പൂക്കളം ഒരുക്കാനാകാതെ പോയത്. പണപ്പിരിവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം പോക്കറ്റിലെ കാശുമുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത്. ഇത്തവണ അത്തപ്പൂക്കളത്തോടൊപ്പം വിപുലമായ പരിപാടികളാണ് സൗഹൃദ കൂട്ടായ്മ നടത്തുന്നത്. തൃശ്ശൂരിന്റെ തനത് പൂക്കളമാണ്. മറ്റൊരു ജില്ലകളിലും കാണാൻ കഴിയാത്ത ഒരു വീട്ടുമുറ്റത്ത് ഒരുക്കുന്നത് പോലെ അമ്പലമുറ്റത്ത് ഒരു പൂക്കളം ഒരുക്കുവാൻ സാധിക്കുക, അതും സാംസ്കാരിക നഗരത്തിന്റെ തിരുമുറ്റത്ത് ഒരുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് സംഘടകരായ ഞങ്ങൾക്കുള്ളത്. തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പൂക്കളമാണ് ഇത്. തൃശ്ശൂരിന്റെ ഒരു പരിച്ഛേദമാണ്. 18 വർഷം പൂർത്തിയാവുകയാണ്. 18ാമത് അത്തപ്പൂക്കളമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പൂക്കളം മാത്രമായി ചുരുക്കുന്നില്ല, ഇതൊരു അത്തഘോഷയാത്രയായി ഈ കൊല്ലം ഞങ്ങൾ പരിണമിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി കുമ്മാട്ടികളടങ്ങുന്ന സംഘം തൃശ്ശൂർ നഗരത്തെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി കോർപ്പറേഷൻ ഓഫീസ് ചുറ്റി വന്ന് വീണ്ടും മൈതാനിയിലേക്ക് പ്രവേശിക്കുന്നു. ഒപ്പം തന്നെ വൈകിട്ട് തൃശ്ശൂരിന്റെ മുൻ മേയറും അഭിഭാഷക കൂട്ടായ്മയും ചേർന്നൊരുക്കുന്ന തിരുവാതിരക്കളിയും ഈ വർഷത്തെ അത്താഘോഷത്തിന്റെ പ്രത്യേകതയാണ്. പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കാനും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് തെക്കേ ഗോപുര നടയിലേക്ക് ഒഴുകിയെത്തുന്നത്. ജനം, തൃശൂർ.